ഇതിൻ്റെ 10ാം ദിവസം ഇന്ന് നമ്മൾക്ക് ലഭിക്കുന്ന വാർത്തകൾ ഈ ലോറി അർജുൻ ഓടിച്ചിരുന്ന ലോറി തന്നെയാണ്, ഭാരത് ബെൻസിൻ്റെ ലോറി തന്നെയാണ് എന്നുള്ളതാണ്. ഇന്നലെ ഏതാണ്ട് 3 മണിയോടുകൂടിയാണ് അവിടുത്തെ കർണാടകയിലെ മന്ത്രി ഇത് സംബന്ധിച്ച കൃഷ്ണ ബൈരഗൗഡ ഇത് സംബന്ധിച്ച ട്വീറ്റ് നടത്തിയത്. പുഴയുടെ അടിത്തട്ടിൽ ലോറി ഉണ്ട് എന്ന് വ്യക്തമായിരിക്കുന്നു. സന്തോഷ് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എങ്ങനെയാണ്? കുറച്ചു നേരത്തെ സന്തോഷ് പറഞ്ഞതുപോലെ കാലാവസ്ഥ അനുകൂലമായിരുന്നു. ഇപ്പോഴും കാലാവസ്ഥ ഏത് രീതിയിൽ തുടരുന്നു? ഷമി, ഇതുമായി ബന്ധപ്പെട്ട ഈ ഡ്രോൺ പരിശോധനയുമായി ഐബോർഡുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പരിശോധനയുടെ ഒരു പുതിയ പുരോഗതി എന്ന് പറയുന്നത് അത് ട്രക്കാണ് എന്നുള്ള രീതിയിലുള്ള സ്ഥിരീകരണം തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ക്യാബിൻ കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഏത് ഭാഗത്താണ് ക്യാബിൻ ഉള്ളത് എന്നുള്ളത് സ്ഥിരീകരിക്കാൻ കഴിയണം. അതോടൊപ്പം തന്നെ മനുഷ്യ സാന്നിധ്യം ഉണ്ടോ എന്നുള്ള കാര്യം ഇതുവരെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു സ്ഥിരീകരണത്തിന് വേണ്ടി കൂടിയുള്ള കാത്തിരിപ്പിലാണ്. ഏതായാലും നമുക്ക് അത് സംബന്ധിച്ച ഒരു വ്യക്തത വൈകാതെ തന്നെ വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ സിജു കണ്ണനുണ്ട്, അത് സംബന്ധിച്ച് ഏതെങ്കിലും പുതിയ തരത്തിലുള്ള ഈ ഡ്രോൺ പരിശോധനയുടെ പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് സിജു? ഇപ്പോൾ ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥിരീകരിക്കാത്ത വിവരമാണ് പുറത്തു വരുന്നത്. ലോഹ സാന്നിധ്യം കണ്ടെത്തി എന്നുള്ളതാണ്. 3 ഭാഗങ്ങളിലായി കണ്ടെത്തി. അത് ഇതിൻ്റെ ഭാഗമാണ്, ട്രക്കിൻ്റെ ഭാഗമാണ് എന്ന് തന്നെയാണ് നിലവിൽ സ്ഥിരീകരിക്കാത്ത, ഔദ്യോഗികമായി അറിയിക്കാത്ത ഒരു വിവരം. നമുക്ക് ഏതാണ്ട് ഒരു സൂചനകളാണ് അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ 5 മണിക്ക് ഈ ദൗത്യ സംഘം മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ട് എന്നൊരു വിവരം കൂടി ലഭിച്ചിട്ടുണ്ട്. ഇതിൽ ഈ പരിശോധനയിൽ പ്രധാനമായും വേണ്ടത് ഈ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുന്ന രീതിയിലുള്ള സാങ്കേതിക സംവിധാനം ഉപയോഗിച്ചാണ് ഇതിന്റെ പരിശോധന. അത്തരത്തിൽ മനുഷ്യ സാന്നിധ്യം നിലവിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ വീണ്ടും നീളും എന്നുള്ളതാണ്. ഏതായാലും ദൗത്യസംഘം 5 മണിക്ക് കാണും. 3 ഭാഗങ്ങളായി ലോറിയുടെ ഭാഗങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അതും നിലവിൽ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. സ്ഥിരീകരിക്കുന്നത് വരെ നമുക്ക് ഒരു ഔദ്യോഗിക അറിയിപ്പായി അത് കൊടുക്കാൻ കഴിയില്ല. പക്ഷേ പ്രാഥമികമായി ദൗത്യസംഘത്തിൽ നിന്ന്, അതിനകത്തുള്ള ആളുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരമാണ്. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഡ്രോൺ പരിശോധന കഴിഞ്ഞാൽ അടുത്ത ഒരു ഘട്ടം എന്ന് പറയുന്നത് നാവികസേന ഈ കണ്ടെത്തിയ സ്ഥലത്തേക്ക് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ അവിടെ എത്തുക എന്നുള്ളതാണ്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർക്ക് അവിടെ എത്താൻ കഴിയുന്ന സാഹചര്യമല്ല ഉള്ളത് എന്നാണ് നാവികസേന ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കാരണം ശക്തമായ അടിയൊഴുക്കുണ്ട്. അതോടൊപ്പം തന്നെ അങ്ങോട്ട് എത്തുന്നതിന് വേണ്ടിയുള്ള തടസ്സമുണ്ട്. നേരത്തെ സന്തോഷ ദൃശ്യങ്ങൾ സഹിതം തന്നെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്തതാണ്. കാരണം ഈ ഒഴുക്കിലേക്ക് മുങ്ങുന്ന സമയത്ത് 20 അടിയോ 25 അടിയോ പുറകിലേക്ക് ഒഴുക്കിനൊപ്പം നീങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ്. അത്തരം സാഹചര്യത്തിൽ നിലവിൽ അവിടെ മുങ്ങാൻ കഴിയില്ല എന്നാണ് നാവികസേന അറിയിച്ചിരിക്കുന്നത്. ഏതായാലും മനുഷ്യ സാന്നിധ്യം കണ്ടെത്തേണ്ടതുണ്ട്, അത്തരം കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. 5 മണിക്ക് ദൗത്യ സംഘം മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങളിൽ ആ വാർത്താ സമ്മേളനത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സച്ചിൻ ദേവ് MLA, AK മഷറഫ് MLA, ലിൻഡോ ജോസഫ് MLA, MK രാഘവൻ MP ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ ഇതിനകത്തുണ്ട്. അത്തരം കാര്യങ്ങൾ അവർ ഇടയ്ക്കിടെ വന്ന് നമുക്ക് മുന്നിൽ വിവരങ്ങൾ നൽകുന്നുണ്ട്. അവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം. ഷമി, അതുതന്നെയാണ് ഇപ്പോൾ ലൈവിൽ നമ്മളെ വിവരങ്ങൾ നൽകുമ്പോൾ പുറത്തു നിന്നുള്ള വിവരങ്ങൾ അനൗദ്യോഗികമായി ശേഖരിക്കുകയാണ് സിജു ചെയ്തത്. അതിൻ്റെ റിപ്പോർട്ടാണ് സിജു നൽകിയത്. അതായത് ഏറ്റവും വലിയ പുരോഗതി എന്ന് പറയുന്നത് ഈ ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള പരിശോധനയിൽ അത് ഈ നദിക്ക് ഉള്ളിലുള്ളത് ട്രക്കാണ് എന്നുള്ളത് ഏകദേശം സ്ഥിരീകരിക്കപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതിൻ്റെ റിപ്പോർട്ട് ഔദ്യോഗികമായി പുറത്തു വരാൻ മാത്രമേ ഉള്ളൂ. ഏതായാലും അതോടൊപ്പം തന്നെ മനുഷ്യ സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ല. അതിനുവേണ്ടി വീണ്ടും മനുഷ്യ സാന്നിധ്യം കണ്ടെത്തുന്നതിനായി വീണ്ടും തിരച്ചിൽ നടത്തേണ്ടി വരും, ഡ്രോൺ പരിശോധന നടത്തേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ആ ദൗത്യം നീളും എന്നാണ് സിജു ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും അതുതന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ലോറിക്കടിയിലുള്ളത് ട്രക്ക് തന്നെയാണ് എന്നുള്ളത് ഇന്നലെ സ്ഥിരീകരിച്ചത് കർണാടകയുടെ റവന്യൂ മന്ത്രി കൃഷ്ണ ബൈരഗൗഡയാണ്. അദ്ദേഹം ട്വിറ്ററിലൂടെയാണ് ഈ ട്രക്ക് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം പുറം ലോകത്തെ അറിയിച്ചത്. അതിനുശേഷമാണ് അതൊരു ഔദ്യോഗിക സ്ഥിരീകരണമായി കണക്കാക്കിക്കൊണ്ട് മാധ്യമങ്ങളും ആ വാർത്ത നൽകാൻ ശ്രമിച്ചത്. പിന്നീട് ഇന്നലെ വൈകുന്നേരം കാർവാർ MLA സതീഷ് കൃഷ്ണസെയിൽ മാധ്യമങ്ങളെ കണ്ടപ്പോഴും അത് ട്രക്കാണ്, അർജുൻ്റെ ട്രക്കാണ് എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണം തന്നെ നൽകിയിട്ടുണ്ട്. എങ്കിൽ കൂടിയും അത് ഒരു
കൂടുതൽ ശാസ്ത്രീയമായിട്ടുള്ള സ്ഥിരീകരണം വേണ്ടതുകൊണ്ട് തന്നെയാണ് ഈ ഡ്രോൺ ഉൾപ്പെടെ ഉള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഐബോർഡ് പരിശോധന നടത്തിയത്. ആ പരിശോധനയിലും ഇത് ട്രക്കാണെന്ന് ഏതാണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അത് കൃത്യമായും ഇനി മാധ്യമങ്ങളെ കണ്ട് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ലഭിക്കണം. അതോടൊപ്പം തന്നെ മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്നുള്ളതിന് സൂചന ലഭിച്ചിട്ടില്ല. ആ സാന്നിധ്യം കൂടി കണ്ടെത്തേണ്ടതുണ്ട്. ഇതിൻ്റെ ക്യാബിൻ കണ്ടെത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ്. അത് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. 3 ഭാഗങ്ങളിലായാണ് ഈ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത്, സിഗ്നലുകൾ ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ എവിടെയാണ് ഈ പറയുന്ന ക്യാബിനുള്ളത് എന്നുള്ളത് കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒപ്പം തന്നെ ഇനി മനുഷ്യ സാന്നിധ്യമുണ്ടോ കണ്ടെത്താനുള്ള പരിശോധനകൾ കൂടി വീണ്ടും നടത്തേണ്ടതായി വരും. അതോടൊപ്പം തന്നെ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ അവിടെ ബോട്ടിലുണ്ട്. അവർ ഇതുവരെ നദിയിലേക്ക് മുങ്ങിയുള്ള പരിശോധന ആരംഭിച്ചിട്ടില്ല, ഡീപ്പ് ഡൈവിംഗ് ഒന്നും ആരംഭിച്ചിട്ടില്ല. ആ ഘട്ടത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും നമുക്ക് മഴയുടെ കാലാവസ്ഥ ഇപ്പോൾ നിലവിൽ മഴയില്ല, എന്നാൽ ഒരു മൂടിക്കെട്ടി അന്തരീക്ഷം തന്നെയാണുള്ളത്. മഴ പെയ്തു കഴിഞ്ഞാൽ വീണ്ടും ദൗത്യം താമസിക്കും എന്നുള്ള പ്രശ്നമുണ്ട്. 5 മണിയോടുകൂടി ഈ ദൗത്യ സംഘത്തിൻ്റെ പ്രതിനിധികൾ ആരെങ്കിലും മാധ്യമങ്ങളെ കണ്ട് ബ്രീഫ് ചെയ്യും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഔദ്യോഗിക വിവരങ്ങൾ ആ ഘട്ടത്തിൽ സ്ഥിരീകരിച്ച വിവരങ്ങൾ തന്നെ നൽകാൻ കഴിയും. ഷമി.